ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിനൊപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ളത്. വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്, അതാണ് ഈ വേഷത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ഡയറക്ടർ ഓഫ് ദി മൂവി ശ്രീ അമീർ പള്ളിക്കൽ ഓൺ സ്റ്റേജ്. നമ്മൾ ED കേൾക്കുമ്പോൾ ആദ്യം ചില വിഭാഗം ആളുകൾക്ക് ഒരു പേടി തോന്നുന്ന ഒരു വാക്കാണല്ലേ. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ED എന്നാൽ എക്സ്ട്രാ ഡീസന്റ് ആണ്. അപ്പോൾ എന്താണ് ഈ എക്സ്ട്രാ ഡീസന്റ്? ഈ ക്രിസ്മസിന് നമുക്ക് വരുന്ന എക്സ്ട്രാ ഡീസന്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിയ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആദ്യമായി നന്ദിയും സ്വാഗതവും ഒരുമിച്ച് അറിയിക്കുകയാണ്. ED ഈ വരുന്ന 20-ാം തീയതി റിലീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റിലാണ് നമ്മളുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്ന് എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് പറയാമെന്നാണ്. നമ്മൾ പറഞ്ഞ പോലെ ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബിനു അഴിഞ്ഞാട്ടമാണ് ED എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. നല്ലൊരു കാര്യം എടുത്തോണ്ട് ലെറ്റ്സ് വെൽക്കം നമ്മുടെ സൈക്കോ ബിനു സുരാജ് വെഞ്ഞാറമൂട് ഓൺ സ്റ്റേജ്. സുരാജേട്ടാ നല്ല ഡീസന്റ് ആയിട്ട് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ട് ഇന്ന് പോരാമെന്ന്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമീർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അതിലേക്ക് കൊണ്ടുവിടുന്നത് ഒരു ശീലമായി തോന്നുന്നു. ഇപ്പോൾ ഇല്ല, അങ്ങനെയല്ല. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും അതെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ ഞാനിത് 2ാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസൺ ചേട്ടൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ. കല്യാണത്തിന് പോലും ഇത്രയും മനോഹരമായിട്ട് ഇരുന്നിട്ടില്ല. അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നതിൽ ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നുമല്ല. ഇത് ലിസൺ ചേട്ടൻ്റെ ഐഡിയ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ വാങ്ങിയായിരുന്നോ? ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ കണക്കൊന്നും തീർത്തില്ലല്ലോ. 20-ാം തീയതി കഴിയട്ടെ സുരേട്ടാ. അതാ ഞാൻ ഇങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയി, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ വോട്ടിടണം, അത്രേ ഉള്ളൂ. എന്തായാലും ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കയാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിൻ്റെ റൈറ്റർ ആസിഫ് കെയും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് അതിൻ്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. അതുപോലെ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് കൂടി ഒന്ന്. ക്യാരക്ടർ ഞാൻ സുരാജേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. നാഗേന്ദ്രനിലെ വൈഫായിരുന്നല്ലോ.
ഇപ്പോൾ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും. ഓക്കെ. എൻ്റെ രണ്ടാമത്തെ പ്രസ് മീറ്റാണ് തോന്നുന്നു പ്രേമലു കഴിഞ്ഞിട്ട്. പ്രേമലു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു മേജർ റിലീസ് കൂടെയാണ്. ഈ പറഞ്ഞ പോലെ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് നമുക്കൊരു തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്കും ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പം എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളുമായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ അങ്ങ് ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജ് ചേട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു, ലിസ്റ്റിൻ ചേട്ടൻ്റെയും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കാന്താര ഭാഗ്യമായിട്ട് കണക്കാക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടല്ലോ. എന്തായാലും 100 കോടി 200 കോടി മിനിമം അടിക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. IMDb റേറ്റ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മാർക്കോ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്ക് ഒരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി. അങ്ങനെയുള്ളപ്പം മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി മുതൽ കിട്ടിയാലും മതി. അതെ, ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാൻ ഇതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്ന കണ്ടില്ലേ, ഇതെന്ത് പറ്റിയെന്നുള്ളതാണ്. എങ്ങനെ ഗ്രേസ് ശരിക്കും ഒന്ന് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ, മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഒന്ന് കോട്ടിടാലോ. ഇതില് ഫെജോയുടെ സോങ്ങിലാണേലും സുരാജേട്ടന് കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. പെട്ടതുള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം പറ്റും. ഞാൻ അതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതിക്കും മേലെ എന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ഓക്കെ, ഡയറക്ടറെ പുള്ളിയുടെ ആത്മകഥയാണിത്. പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിൻ്റെ അതാണ് യഥാർത്ഥ സൈക്കോ. ഇതിൻ്റെ എഴുത്തുകാരനാണ്. അപ്പോൾ ഇവരുടെ ആത്മകഥ അവർ തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. ഫസ്റ്റ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം തന്നെ ചെയ്യാൻ കാരണമുണ്ടോ? ആദ്യത്തെ പടം എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ലോക്കാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെയ്യുന്നത്? വേണമെങ്കിൽ ഇതിനു മുമ്പ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങി ചെയ്യാമായിരുന്നു. പൈസ കിട്ടണോടെ ആദ്യം ചെയ്യാന്ന് കരുതി. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം.